ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികളിൽ നിന്നും വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. 17 വർഷത്തെ നീണ്ട പ്രവാസത്തിന് ശേഷം താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ അധികാര കസേരയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് വെറുമൊരു ഭരണമാറ്റമല്ല, ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ഒന്നാണ്. ദശകങ്ങൾ നീണ്ട പകയുടെയും രാഷ്ട്രീയ അസ്ഥിരതയുടെയും സാമ്പത്തിക തകർച്ചയുടെയും ചാരത്തിൽ നിന്ന് ഒരു പുതിയ ദേശം കെട്ടിപ്പടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ കാര്യങ്ങൾ ഒരു ആക്ഷൻ സിനിമ പോലെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട 17 വർഷത്തെ നാടുകടത്തലിന് ശേഷം ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിലെ ഈ പൊതു തിരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. പക്ഷേ താരിഖ് റഹ്മാന്റെ മുന്നിലുള്ളത് പൂമത്തെയല്ല, മറിച്ച് ഒരു വലിയ ക്രൗൺ ഓഫ് തോൺസ് അഥവാ മുൾക്കിരീടമാണുള്ളത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇന്ത്യയെ ഇത്രയധികം ആശങ്കപ്പെടുത്തുന്നത്? സിലിഗുരിയുടെ നാഴി അഥവാ നമ്മുടെ ചിക്കൻ സ്നെക്ക് സുരക്ഷിതമാണോ? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കാം. റഹ്മാൻ അധികാരമേൽക്കുമ്പോൾ രാജ്യം സാമ്പത്തികമായൊരു ഡീപ് ക്രൈസിസിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിലെ കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം 8.58%. സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. സാധനങ്ങളുടെ വില ആകാശത്തോളമാണ്. അതിലും ഭീകരമാണ് തൊഴിലില്ലായ്മ. ഏകദേശം 27 ലക്ഷം യുവാക്കൾ ജോലിയില്ലാതെ അലയുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും വലിയ യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ ഉള്ളവരാണ്. ബംഗ്ലാദേശിന്റെ അഭിമാനമായ വസ്ത്രനിർമ്മാണ മേഖല ആകെ ഉലയുകയാണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ വസ്ത്ര കയറ്റുമതിക്കാരായ അവർക്ക് നിക്ഷേപകരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസ്യത തിരികെ പിടിക്കുക എന്നത് വലിയ ടാസ്ക് ആയിരിക്കും. $10 ബില്യൺ പാക്കേജ് ഒക്കെ റഹ്മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഖജനാവ് കാലിയാണ്. ഈ പണം എവിടെ നിന്ന് വരും എന്നത് വലിയൊരു ചോദ്യചിഹ്നവുമാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം, ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഡൽഹിയിലെ സൗത്ത് ബ്ലോക്ക് ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. കാരണം പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലൂടെ കടന്നു പോകുന്ന ചിക്കൻ സ്നെക്ക് ഇടനാഴി വെറും 20 മുതൽ 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഒരു ഭൂപ്രദേശം വഴിയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏകബന്ധം എന്ന് പറയുന്നത്. മുൻപ് 2001-2006 കാലത്ത് BNP ഭരണത്തിൽ ഇരുന്നപ്പോൾ ഇന്ത്യൻ വിഘടനവാദികൾക്ക് ബംഗ്ലാദേശിൽ വലിയ തോതിൽ സേഫ് ഹാവൻസ് ലഭിച്ചിരുന്നു. ഷെയ്ഖ് ഹസീന വന്നതോടെയാണ് അവയെല്ലാം അടിച്ചമർത്തപ്പെട്ടത്. ഇപ്പോൾ താരിഖ് റഹ്മാൻ വരുമ്പോൾ പഴയ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ഇന്ത്യ പേടിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശിൽ പിടിമുറുക്കാൻ നോക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇത് ഹൈ അലേർട്ട് ഉള്ള ഒരു സമയമാണ്. ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ മാറ്റം വെറും ഒരു അതിർത്തി തർക്കമല്ല. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയും സാമ്പത്തിക താൽപര്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഭീകരവാദവും അതുപോലെ വിഘടനവാദവും. BNP സർക്കാരിന്റെ കാലത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്, ഉദാഹരണത്തിന് ULFA പോലുള്ളവർക്ക് ബംഗ്ലാദേശിൽ വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം വീണ്ടും ഉണ്ടായാൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ ആഭ്യന്തര സമാധാനം തകരും. ഇനി ന്യൂനപക്ഷ സുരക്ഷയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പുതിയ സർക്കാർ ഇവരെ സംരക്ഷിക്കുമോ എന്നത് കണ്ടറിയണം. ഇനിയുള്ളത് അഭയാർത്ഥി പ്രവാഹമാണ്. രാജ്യത്തെ സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടലോ കാരണം അതിർത്തി കടന്നുള്ള കുടിയേറ്റം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമ ബംഗാളിലെയും അസമിലെയും ജനസംഖ്യാ ഘടനയെ ബാധിക്കും. അതുപോലെ തന്നെയാണ് ചൈനീസ് സ്വാധീനം വരുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI വഴി ബംഗ്ലാദേശ് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഡൽഹിക്കുണ്ട്. പ്രത്യേകിച്ച് തുറമുഖങ്ങളിലും സൈനിക മേഖലയിലുമുള്ള ചൈനീസ് നിക്ഷേപം. ഇനി മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ജലമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 54 നദികൾ പങ്കിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗംഗാ ജല കരാറാണ്. 1996 ഒപ്പിട്ട ഈ ഒരു കരാർ വരുന്ന ഡിസംബർ 2026 അവസാനിക്കുകയാണ്. തീസ്ത നദീജല കരാർ പണ്ടേ തർക്കത്തിലാണ്. വെള്ളമില്ലെങ്കിൽ ബംഗ്ലാദേശിലെ കർഷകർ പ്രതിസന്ധിയിലാകും. താരിഖ് റഹ്മാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നത് ഇന്ത്യയുമായുള്ള ബന്ധം തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. താരിഖ് റഹ്മാന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളുടെ അമിതമായ പ്രതീക്ഷകളാണ്. 2024 പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ യുവാക്കൾ മാറ്റത്തിനായി ദാഹിക്കുകയാണ്. ഏകാധിപത്യ പ്രവണതകളിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം സുഗമമാക്കാൻ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. അതേസമയം തന്നെ തകർന്നുപോയ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുകയും വേണം. ഇന്ത്യ റഹ്മാന്റെ വിജയത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ഇനിയും സമയമെടുക്കും. മുൻകാലങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ മറന്ന് സാമ്പത്തിക താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു വിദേശ നയം സ്വീകരിക്കാൻ റഹ്മാൻ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ താരിഖ് റഹ്മാന് മുന്നിൽ വെല്ലുവിളികളുടെ ഒരു വലിയ മല തന്നെയുണ്ട്. ഒരു വശത്ത് തകർന്നുപോയ സമ്പദ് വ്യവസ്ഥ, മറുവശത്ത് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം.
ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോഴും അയൽപക്കത്തെ സൗഹൃദം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇന്ത്യൻ പ്രതിനിധിയായി ഓം ബിർള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് മൂവ് ആയിട്ട് തന്നെ കാണാം. ഹസീനയെ കൈവിട്ടെങ്കിലും ബംഗ്ലാദേശിനെ നമുക്ക് കൈവിടാൻ കഴിയില്ല. താരിഖ് റഹ്മാൻ പ്രായോഗിക രാഷ്ട്രീയം കളിക്കുമോ അതോ പഴയ പകപോക്കലിലേക്ക് പോകുമോ എന്ന് നമുക്ക് വരും മാസങ്ങളിൽ അറിയാൻ പറ്റും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.